പരീക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഞങ്ങളെ നിങ്ങളെ ദൈവം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് ഒരു ദൈവസ്നേഹം, ഒരു ദൈവകരുണ പൊന്നുമക്കൾ അനുഭവിക്കാം. ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് ദൈവമക്കൾ ഗ്രഹിക്കണം. ദൈവത്തിന്റെ ഒരു വലിയ കരുണ, ദൈവത്തിന്റെ ഒരു വലിയ കൃപ മക്കളിലേക്ക് ഒഴുകുക. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. മക്കളെ, ഒരു വലിയ കൃപ കർത്താവ് ഒരുക്കിയിരിക്കുക. മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വലിയൊരു അഭിഷേകം കർത്താവ് ഒരുക്കിയിരിക്കുക. ഹല്ലേലൂയാ. ഇല്ല കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ വിളിച്ച് ഹല്ലേലൂയാ. മക്കളെ, ദൈവത്തിന്റെ കരുണ ഓരോ ദിവസവും, അതെ, ഓരോ പ്രഭാതവും കർത്താവിൻ്റെ പുതിയ സ്നേഹത്തിൻ്റെതല്ലേ. ഓരോ പ്രഭാതവും കർത്താവ് ഒരു പുതിയ സ്നേഹം നൽകുക. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വിലാപങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിന് നടുക്ക് കർത്താവ് എഴുതി വെച്ചിരിക്കുക. പുസ്തകത്തിന്റെ പേര് വിലാപങ്ങൾ എന്നാ, സങ്കടങ്ങൾ എന്നാ, ഒരു നിലവിളി എന്നാ. പക്ഷേ ആ പുസ്തകത്തിന്റെ ഹൃദയത്തില് ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്ത ഒരു തിരുവചനം കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയും. അതൊക്കെ എന്തൊരു പേരാ പുസ്തകത്തിന്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറ്, ബൈബിളിന്റെ ഏതാണ് ഹൃദയഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം അത്. തിരുവചനത്തിന്റെ 3-ാം അധ്യായത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 22-ാം വാക്യം, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ക്യാൻ യു ബിലീവ്? നമ്മൾ കണ്ടിട്ടുള്ള സൂര്യനൊക്കെ അസ്തമിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ളവർ പതുക്കെ ആരോഗ്യമില്ലാതായിട്ട് പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല സന്തോഷം ഉണ്ടായിരുന്ന കുടുംബങ്ങളിൽ സന്തോഷം കെട്ടുപോകും നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല ഫുൾ എനർജി, നല്ല വലിയ ശുശ്രൂഷാ കേന്ദ്രങ്ങൾ പെട്ടെന്ന് ആളില്ലാതെ പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ ശുശ്രൂഷകർ പെട്ടെന്ന് ശുശ്രൂഷയില്ലാതായി പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒച്ചത്തിൽ വിളിച്ച് ഹല്ലേലൂയ. എവരിതിങ് വിൽ സെറ്റ്. എല്ലാം അസ്തമിക്കുമെന്നേ അല്ലെ. എല്ലാ ദിവസത്തിനും ഒരു നട്ടുച്ച കാണാൻ നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു 6 മണി 7 മണി ആകുമ്പോഴത്തേക്ക് ഇരുട്ടുന്നത് കാണാൻ പറ്റും. നട്ടുച്ച നേരത്തെ കൊടും ചൂട് നമ്മൾ കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവരിതിങ് വിൽ പാസ് എക്സെപ്റ്റ് ദ ലവ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ബാക്കി എല്ലാം കടന്നു പോകും. നിങ്ങൾ സ്നേഹിക്കുന്നവര്, നിങ്ങളുടെ പ്രിയപ്പെട്ടവര്, നിങ്ങൾ തന്നെ കടന്നു പോകും. പക്ഷേ കർത്താവിന്റെ സ്നേഹം നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് ഐ വിൽ പാസ്. നമ്മളെ ഞാൻ ഏതാനും വർഷങ്ങൾ ചിലപ്പോൾ കണ്ടേക്കും ഇവിടെ. ഏതാനും വർഷം ഉണ്ടോന്ന് പോലും അറിയത്തില്ല. എന്നും ഈ ആൾക്കാരെ നിൽക്കുന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? ഐ ഹാവ് ടു ഗോ, ഐ ഹാവ് ടു പാസ്. ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകരും മാറും. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന പല വൈദികരും ഇന്നില്ല, പല ശുശ്രൂഷകരിന്നില്ല. ഈ കുമ്പസാരക്കുള്ളൊക്കെ മണിക്കൂറുകൾ ഇന്ന് ഈ തീർത്ഥാടന കേന്ദ്രത്തെ ഒരുപാട് സ്നേഹിച്ചവരൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരില്ലെന്ന് നമ്മൾ ഈ തീർത്ഥാടന ഒരുപാട് ശുശ്രൂഷ മാണിച്ചാട്ടിന് ഉൾപ്പെടെയുള്ളവര്, അല്ല തീക്ഷണമതികളായ ശുശ്രൂഷകൾ, ഒരുപക്ഷെ ഈ തീർത്ഥാടന രംഗത്ത് ഏറ്റവും തീക്ഷണത കാണിച്ചുള്ള വ്യക്തികൾ ഇല്ല. നമ്മുടെ കുടുംബത്തില് എന്നാ പറയണേ, ഒരു ദൈവ സാന്നിധ്യമായിരുന്നവര് ഇന്നില്ല. നമ്മൾ ഒരുപാട് സ്നേഹിച്ചവർ, അപ്പനോ അമ്മയോ മക്കളോ ആരെങ്കിലും ഒക്കെ ആട്ടെ, അവരൊക്കെ പലരും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. This is a reality. This is a reality. Everything will fade. Everything will fade. എല്ലാ മരങ്ങളും വാടും മക്കളെ. മരങ്ങളുടെ ശിഖരങ്ങളൊടിയും, ഇലകൾ കൊഴിയും. ഹല്ലേലൂയ. എന്താണ് നിലനിൽക്കുന്നത്? നിലനിൽക്കുന്നത് കർത്താവിന്റെ സ്നേഹം. കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അതുകൊണ്ട് ആരുടെ ഹൃദയത്തിൽ ദൈവസ്നേഹമുണ്ടോ അവരിങ്ങനെ നിലനിൽക്കും മക്കളെ. ആരുടെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ടോ അവര് നിലനിൽക്കും. ആരെങ്കിലും ഒരു ഹല്ലേലൂയ വിളിക്കുമെന്നൊക്കെ വിചാരിച്ചോടെ ഞാനിത് പറയുന്നത്. എല്ലാവർക്കും ക്ഷീണമാണ് ഇന്ന്. ഹല്ലേലൂയ. ഈ മാസത്തിന്റെ അവസാനത്തെ ചൊവ്വാഴ്ചയാ. യു വിൽ ബി സർപ്രൈസ്ഡ് പൊന്നു മക്കളെ.
നീ അത്ഭുതപ്പെടുവാടാ കൂട്ടാ. നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവം ചെയ്ത കാര്യത്തെ പറ്റി നീ അത്ഭുതപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച മട്ടാഞ്ചേരി കൺവെൻഷൻ ആയിരുന്നു. ആദ്യ ദിവസം കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ചേട്ടനും ചേട്ടത്തി കൂടെ പറഞ്ഞു, അച്ഛാ ഇപ്പം ബിസിനസ് ഒന്നുമില്ല. അപ്പം ഇന്ന് നിനക്ക് ഞാൻ ബിസിനസ് തരികയാണ് കൊച്ചാ, ഈ കൺവെൻഷൻ തീരുന്ന മുമ്പ് നിനക്ക് ബിസിനസ് കിട്ടുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രണ്ടാം ദിവസം വന്നിട്ട് അച്ഛാ ഈ മാസത്തിന് ഈ ഒരാഴ്ചത്തിനുള്ള ഒരു ബിസിനസ് എന്താണെന്ന് എനിക്ക് ടൂറിസം കണ്ട ഇയാളുടെ കാര്യം. കൺവെൻഷൻ തീരുന്ന 5-ാം ദിവസം പറയാ അടുത്ത മാസം മുഴുവൻ ബുക്കിംഗ് ആയി കഴിഞ്ഞിരിക്കുക. അവങ്ങള് കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. മക്കളെ എന്തേ അവന്റെ വീട്ടിൽ വീശിയ കാറ്റ് നിന്റെ വീട്ടിൽ വീശാത്തത്? അവന്റെ ജീവിതത്തിലുണ്ടായ അനുഗ്രഹം എന്താ എന്റെ ജീവിതത്തിൽ ഉണ്ടാവാത്തത്? ഒച്ചത്തിൽ വിളിക്കുക ഹല്ലേലൂയ. മക്കളെ ആത്മാർത്ഥോടെ ഹൃദയത്തേക്ക് ഒന്ന് പരിശോധിക്കണം. അവന് ദൈവം കൊടുത്ത അനുഗ്രഹം എനിക്കെന്താ ഇല്ലാത്തത്? അവന്റെ മക്കൾക്ക് കൊടുത്ത അനുഗ്രഹം എന്റെ മക്കൾക്ക് എന്താ കിട്ടാത്തത്? ഹല്ലേലൂയ, ജദിപക ഹല്ലേലൂയ, ജദിപക ഹല്ലേലൂയ. നമ്മളെപ്പോഴും നമ്മൾ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം മക്കളെ. നമ്മൾ വീണ്ടും വീണ്ടും നമ്മളോട് ചോദിക്കേണ്ടിരിക്കുന്നത് വൈ നോട്ട് ഐ, വൈ നോട്ട് ഐ? എന്നെ എന്താ തിരഞ്ഞെടുക്കാഞ്ഞത് കർത്താവ്? എന്നെ എന്താണ് കർത്താവ് അനുഗ്രഹിക്കാഞ്ഞത്? ഹല്ലേലൂയ. വലുതരെ നിർത്തി പറഞ്ഞു ഹല്ലേലൂയ, വലുതരെ നിർത്തി ഹല്ലേലൂയ. അവങ്ങളിത് ഗ്രഹിക്കണം. ഇതൊരു ആത്മീയ രഹസ്യമാണ്, ഇതൊരു ആത്മീയ രഹസ്യമാണ്. നമ്മൾ നിരന്തരം കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ വിജിലന്റ് ആയിട്ട് നിൽക്കണം, വിജിലന്റ് ആയിട്ട് ശ്രദ്ധിച്ച് നിൽക്കണം. നമുക്ക് തളർന്നിരിക്കല്ലേ, മടുത്തിരിക്കല്ലേ, ഇൻഡിഫറൻസ് പാടില്ല, മടുപ്പ് പാടില്ല കർത്താവിന്റെ കാര്യത്തില്. ഹല്ലേലൂയ. നീ കർത്താവിന്റെ കാര്യത്തിൽ മടുപ്പാണെങ്കിൽ ദൈവത്തിന് നിന്റെ കാര്യത്തിൽ മടുപ്പാ. ഹല്ലേലൂയ. നിനക്ക് ദൈവത്തിന്റെ കാര്യത്തിൽ തീഷ്ണതയാണെങ്കിൽ ദൈവത്തിന് നിന്റെ കാര്യത്തിൽ തീഷ്ണതയാ. ഹല്ലേലൂയ. നിനക്ക് കർത്താവിനോട് അബൻഡൻസ് ആണെങ്കിൽ നിന്റെ ജീവിതത്തോട് കർത്താവിന് അബൻഡൻസാ. ഈ 10 രൂപ നേർച്ചയിടുന്ന മനുഷ്യൻ കണ്ടിട്ടില്ലേ? അവരുടെ ജീവിതം 10 രൂപയെ നിൽക്കും, 10 രൂപയെ നിൽക്കും. വാരിയെറിയുന്ന മക്കൾക്കില്ലേ, അവരുടെ ജീവിതത്തിൽ നിന്നും വാരിയെറിയിലായിരിക്കും ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഡു നോട്ട് ലിമിറ്റ്. ദൈവത്തിന് കൊടുക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവമക്കളെ നിങ്ങൾ സമൃദ്ധമാകുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയുന്ന മനസ്സിലാവുന്നില്ലല്ലേ? ഇരുന്ന് ഒരു ദിവസം മുഴുവൻ ബൈബിൾ വായിച്ചുണ്ടല്ലോ, നിനക്ക് താങ്ങാൻ വയ്യാത്ത അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് ഉണ്ടാവും. 5 ദിവസത്തെ കൺവെൻഷൻ ഇവിടുന്ന് 5-8 പേര് എല്ലാ ദിവസവും വന്നുകൊണ്ടിരുന്ന കൺവെൻഷൻ ഇവിടുന്ന്. അവിടെ പോയൊരു 10-15 പേര് അവിടെ കിടന്ന് പ്രാർത്ഥിക്കുക. മധ്യസ്ഥ പ്രാർത്ഥിക്ക് വന്നവർ ദേശം പോലും കണ്ടിട്ടില്ല, ആളുകളെ കണ്ടിട്ടില്ല. മക്കൾ എന്തൊരു ആത്മാർത്ഥത ഞാൻ സത്യത്തിൽ ഓർത്തു. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കണം, അതെന്റെ കടമ. എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ ചെല്ലണം. പക്ഷെ ഇവരൊക്കെയോ മധ്യസ്ഥ പ്രാർത്ഥനക്കാരായാലും ക്ഷണിച്ചു. നമുക്കറിയാം ഒരു കൺവെൻഷന്റെ വിജയം അവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരാ. സത്യമായിട്ടും അതെ, ഞാൻ ആത്മാർത്ഥപ്പെടുത്ത് കുരിശ പിടിച്ചോണ്ടാ പറയണേ. ഒരു കൺവെൻഷന്റെ വിജയം എന്ന് പറയുന്ന ആ മധ്യസ്ഥ പ്രാർത്ഥനക്കാരാ. ആ പാവം പഠിച്ച് ജയിച്ചമാർ കൺവെൻഷൻ വിജയിച്ച അത് ജയിച്ചമാരുടെ ഗുണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ബോധ്യമാണ് മക്കളെ, ഇത് എന്റെ ബോധ്യമായത്. അച്ഛൻ്റെ പ്രത്യേകതയോ അച്ഛൻ്റെ പ്രസംഗ ചാതുരിയോ അച്ഛൻ്റെ സ്വരവോ അച്ഛൻ്റെ ഒന്നുമല്ല. ഈ മക്കളിങ്ങനെ കരം വിളിച്ച് ഇങ്ങനെ രാവിലെ മുതൽ രാത്രി 10:30 മണി വരെ ഇങ്ങനെ കർത്താവിനെ സ്തുതി. നിങ്ങൾ നാളിച്ചു നോക്കിയേ. ഹല്ലേലൂയ, അതൊരു ഭാഗ്യമാണ് മക്കളെ. ദൈവത്തെ ഒരു ദിവസം മുഴുവൻ ദൈവത്തിന് കർത്താവിനെ ആരാധിക്കുക, കർത്താവിനെ സ്തുതിക്കുക ഒരു ഭാഗ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. തീർച്ചയായിട്ടും അതെ കേട്ടോ. നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളു. എന്തോ നിനക്ക് ഒരു ദിവസം മുഴുവൻ ദൈവസേനയിൽ പോയി ഇങ്ങനെ 24 മണിക്കൂറാക്കി ഇരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളെ വർഷത്തിൽ ഒരു 2-3 ദിവസങ്ങളെങ്കിലും അങ്ങനെ ഒരു 24 മണിക്കൂർ ദൈവസേനയിലെങ്കിലും വ്യാപരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കുർബാനയുടെ മുമ്പിലൊക്കെ ഇരിക്കണം, കുത്തിയിരിക്കണം. വല്ല ബൈബിൾ എടുത്ത് ഞങ്ങൾ വായിക്കണം 10-24 മണിക്കൂർ. നിനക്ക് വിശപ്പ് വരും, നിനക്ക് ഉറക്കം വരും, നിനക്ക് ക്ഷീണം വരും. പക്ഷെ അതൊന്നും വിഷയമാക്കരുത്. പട്ടിണിക്കരുന്ന് നീ വായിക്കണം, വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരുന്നൊക്കെ വായിക്കണം. ഉറക്കം വരുമ്പോൾ എഴുന്നേറ്റ് നടന്ന് കൊന്തയിലിട്ട് പിന്നെയും വന്നിരുന്ന് ബൈബിൾ വായിക്കണം. അങ്ങനെ അച്ഛൻ വെല്ലുവിളിച്ചോ, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു കുഞ്ഞെ, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു എന്നതിന്റെ അടയാളം. നിനക്ക് എന്തുമാത്രം സമയം ദൈവസന്നിധി വ്യാപരിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ, വലുതേരെ മർത്തേ ഹല്ലേലൂയ, വലുതേരെ മർത്തേ ഹല്ലേലൂയ. ആത്മീയ രഹസ്യമാണ്. ഹൗ മച്ച് യു ആർ അറ്റാച്ച്ഡ്. ദൈവത്തോട് നിനക്ക് എന്തോ ഒരു അടുപ്പം തോന്നുന്നു എന്നുള്ളത്. ഇന്നത്തെ തിരുവചനമുണ്ട്, നമ്മൾ പിന്നെ വായിക്കാൻ ശ്രമിക്കാൻ ലേഖനം പിന്നെ വായിക്കുമ്പോൾ കാണിക്കാം. ഇങ്ങനെ കർത്താവിനോടൊക്കെ വലിയൊരു അടുപ്പം തോന്നുക.
ദൈവത്തിനോടൊരു അടുപ്പമാണ്. ഇതൊന്നിനും വേണ്ടിയിട്ടല്ല, ദൈവത്തോടൊരു പ്രത്യേക സ്നേഹം തോന്നുക. ദൈവം ഇല്ലാതെ എനിക്കൊരു ചുവട് മുമ്പോട്ട് വെക്കാൻ പറ്റില്ലെന്നൊക്കെ തോന്നുക. ദൈവം എൻ്റെ എല്ലാം, ദൈവം എൻ്റെ സർവസ്വവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് വൈദികനായിരുന്നാലും ശരി, കന്യാസ്ത്രീ ആയിരുന്നാലും ശരി, ആരായിരുന്നാലും ശരി, അങ്ങനെ ദൈവസ്ഥലത്ത് ഇരിക്കാൻ ഒരു കൊതി തോന്നുന്നു. എനിക്ക് കുറച്ചു നേരം പോയി ദൈവം മുമ്പിൽ ഇരിക്കണം. ഇങ്ങനെ ബൈബിളൊക്കെ വായിക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നത്തില്ലേ? ബൈബിളൊക്കെ ഇങ്ങനെ എഴുതണമെന്നൊക്കെ ആഗ്രഹം തോന്നത്തില്ലേ? ഈ തോന്നലുകൾ, ഇങ്ങനത്തുള്ള ആഗ്രഹങ്ങൾ, അത് പരിശുദ്ധാത്മാവ് നിന്നിൽ നിക്ഷേപിക്കുന്ന ആഗ്രഹങ്ങളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ശനിയാഴ്ച വൈകിട്ട് അങ്ങ് ഇരിക്കണം മക്കൾ. ഞായറാഴ്ച എന്നാലും ജോലിക്കൊന്നുമ്പോൾ ഒരു ശനിയാഴ്ച വൈകിട്ട് കുടുംബം, ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടെ ഒന്ന് പള്ളി ഇരിക്കണം. നമ്മുടെ ആരാധന ചാപ്പലുണ്ട്, അവിടെ വരാൻ ബുദ്ധി. നിങ്ങൾ വീട്ടിലാണല്ലോ തിരിയും കത്തിച്ചു വെച്ചാൽ അങ്ങോട്ട് ഇരിക്കണം. ഒരു 12 മണിക്കൂർ വീട്ടിലൊരു പ്രാർത്ഥന. വീട്ടിലൊന്നും ഗുണം പിടിക്കുന്നില്ല, ഒന്നും ശരിയാവണില്ല, എന്നും വഴക്ക്, അല്ലെ രോഗപീഠ. ഒരു 24 മണിക്കൂർ പ്രാർത്ഥന, ഒരു ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിക്കും നിങ്ങളുടെ വീട്ടിൽ. അവളെ ഇങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ പ്രശ്നങ്ങളൊക്കെ. ഹല്ലേലൂയ. ഒച്ചത്തിൽ വിളിക്കുക. നമ്മൾ ഈ ഒരു കാലം ആത്മീയതയിലേക്ക് വരേണ്ട കാലം. ഈ ദിവസങ്ങളിൽ ഞാൻ അവിടെ പറഞ്ഞതാ, അമേരിക്കയിലെ എന്താ പറയുക, യങ് മാൻ, അവിടുത്തെ ചെറുപ്പക്കാർ, ആണുങ്ങൾ, പെൺകുട്ടികൾ കൃത്യമായിട്ട് ആ ന്യൂസിൽ പറയുന്നുണ്ട്. Young men of America, US, they are flocking to the church. ഈ യുവാക്കന്മാരുണ്ട്, അവർ പള്ളിയിൽ തിക്കി തിരക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുക. ചില സംസ്ഥാനങ്ങളിൽ 70% വർദ്ധിച്ചെന്നാണ് പറയുന്നത് അവരുടെ എണ്ണം. അതെ, കൈയടിച്ച് കർത്താവിന് വാർത്ത കൊടുക്കുക. അവര് ചിന്തിക്കുന്നത് നമ്മുടെ ആൺകുട്ടികൾക്ക് എന്ത് പറ്റി? ഫോക്സ് ചാനൽ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ചാനലാണ്. സഭയൊക്കെ നന്നായിട്ട് വിമർശിക്കുന്ന ചാനലുകളാണ്. നിങ്ങൾക്ക് CNN, ഫോക്സ് 2 ചാനലുകളാണ് അമേരിക്കയിലുള്ളത്. പ്രമുഖമായ ചാനലാണ് ഫോക്സ് ചാനൽ. ഹല്ലേലൂയ. 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 അമേരിക്കയിലുള്ള അച്ഛൻ എനിക്കത് കോപ്പി, ഞാൻ ആർക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടത്. അവർ അത്ഭുതപ്പെടുക. 2 ലേഡീസിന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് പറ്റിയത്? അവർ കാരണം പറയുമ്പോൾ കുർബാനയോടുള്ള അടുപ്പത്തിൽ നിന്നാണ് ഇവർക്ക്. തീർച്ചയായിട്ടും ഫ്രാൻസിസ് പാപ്പ അമേരിക്കക്കാരനാ, അല്ല ലിയോ പാപ്പ. അത് മാറ്റം വരുത്തും. പക്ഷേ ഈ മക്കള് ഇന്ന് പള്ളിയിലോട്ട് പോവുക. പണ്ട് പാട്ടിലും തുള്ളലിനൊക്കെ ഇവർ പോകും. പാട്ടും പരിപാടിക്കുള്ള വിചാരപ്രഘോഷണം ഉണ്ടല്ലോ. അങ്ങനെ പോയവർ ഇന്ന് കത്തോലിക്ക പള്ളികളിൽ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൂതാശകളുണ്ട് അടുപ്പം. ഒരു പെൺകുട്ടി അതിൻ്റെ കാരണം പറയുന്നത് എനിക്ക് ത്രില്ലടിക്കുക. ആ പെൺകുട്ടി പറഞ്ഞ കാരണം എനിക്ക് ഈശോയെ തൊടാൻ പറ്റുന്നു, എനിക്ക് ഈശോയെ രുചിക്കാൻ പറ്റുന്നു, എനിക്ക് ഈശോയെ മണക്കാൻ പറ്റുന്നു, ഈശോയുടെ ശരീരത്തിൽ അലിഞ്ഞു ചേരുന്നു. ഹല്ലേലൂയ. 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 ഇതൊരു ഭാഗ്യം മക്കളെ. ഇഫ് യു റിയലി ബിലീവ് ഇറ്റ്, നോ, ഇഫ് യു റിയലി ബിലീവ് ഇറ്റ്, നമ്മൾ അതിലൊക്കെ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ജീവിതം മാറും മക്കളെ. Christ becomes part of my life. ക്രിസ്തു എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുക. ഹല്ലേലൂയ. നമ്മുടെ ദേശം നവീകരിക്കപ്പെടണം കേട്ടോ. നമ്മുടെ നാട് നവീകരിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ മറന്നുകളെയല്ല. നമ്മുടെ പിള്ളേർ പള്ളിയിൽ പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞ വിലാപങ്ങളുടെ പുസ്തകം 23:22, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനം ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഉറപ്പിച്ച പൊന്നുകൊണ്ടാ നീ ആര് വായിക്കൊള്ളു. ഈ വചനം കേട്ടവത്തെ നിനക്ക് ഇന്ന് രാവിലെ ഇന്ന് എത്രാം തീയതി എനിക്കറിയാം, ഡേറ്റ് ഒന്നും അറിയത്തില്ല. 26-ആം തീയതി തോന്നുന്നു. ഇന്ന് 26 അല്ലേ? 26-ആം തീയതി. ഇന്ന് 26-ആം തീയതി, ഈ ചൊവ്വാഴ്ച. ഇത് നിനക്കൊരു നാളെ 27. എന്താണ് പ്രത്യേകത? നാളത്തെ പ്രത്യേകത എന്നാ? മോണിക്ക പുണ്യവതിയുടെ പെരുന്നാളാണ്. 28-ആം തീയതി പ്രത്യേകത എന്താ? അഗസ്റ്റിനോസ് പുണ്യാളന്റെ പെരുന്നാളാ. ഹല്ലേലൂയ. നാളെ പറ്റുന്ന അമ്മമാര് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചോ. നാളെ പറ്റുന്നത്രയും പേര് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചോ. അമ്മമാര് പോയി മക്കളുടെ മാനസാന്തരം ആവശ്യമുണ്ടെങ്കിൽ. മറ്റന്നാൾ 28-ആം തീയതി പള്ളിയിൽ പോകണം. അഗസ്റ്റിനോസ് പുണ്യാളന്റെ പെരുന്നാളാണ് നമുക്ക്. അപ്പൊ അന്ന് നമ്മൾ പോയി പള്ളിയിൽ പോയി മാനസാന്തരം ആഗ്രഹിക്കുന്നവരന്ന് പള്ളിയിൽ പോകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വിശുദ്ധരൊക്കെ. ഒരു ഓർമ്മപ്പെടുത്തി. ഒരു അമ്മ കണ്ടില്ല, അമ്മക്കണ്ണീര്. അംബ്രോസ് മിലാനിലെ ആർച്ച് ബിഷപ്പല്ലേ, ഈ ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞു, ഈ കണ്ണീരിന്റെ പുത്രൻ രക്ഷപ്പെടാതിരിക്കാൻ പറ്റില്ല. ഈ കണ്ണീരിന്റെ പുത്രൻ. ഹല്ലേലൂയ. മോണിക്ക അമ്മയുടെ കണ്ണീരിന് പുത്രനുണ്ട്, അവന്റെ പേര് അഗസ്റ്റിന.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങൾ യൂട്യൂബിൽ ശുശ്രൂഷകൾ കൂടിയായിരുന്നു, കൺവെൻഷൻ കൂടിയായിരുന്നു. 4-ാമത്തെ ദിവസം കട്ടായി പോയി. അത് പിന്നെ റെക്കോർഡിംഗ് ആയിട്ട് കിടപ്പുണ്ട്. ബാക്കിയെല്ലാം ലൈവാണ്. മറ്റേ റെക്കോർഡിങ് നമ്മുടെ വീഡിയോസിൽ കയറി ചെന്നാൽ അത് കിട്ടും. മറ്റേതെല്ലാം ലൈവിൻ്റെ അത് വരുന്നതാണ്. നിങ്ങൾ അതിനകത്ത് കയറി നിങ്ങൾ വചനം വെറുതെ കിട്ടെ. അച്ഛൻ പറഞ്ഞോണ്ടല്ല, എന്തോ കർത്താവ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരും ഒന്ന് വായിച്ചോണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് അവസാനത്തെ 2 ദിവസത്തെ. ആദ്യത്തെ ഒന്ന് ഞാൻ പറയാം. അവസാനത്തെ 2 ദിവസം ശരിക്കും പരിശുദ്ധാത്മാവ് ശക്തമായ പ്രവർത്തനം ഉണ്ടായിരുന്ന 2 ദിവസങ്ങളാണ്. ഞങ്ങൾ ആ വചന ശുശ്രൂഷ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊന്നും വേണ്ട. അവസാനത്തെ 5 മണിക്കൂറോ മറ്റോ 5 മണിക്കൂറൊന്നും കാണണ്ട. നിങ്ങൾ ആ ടോക്ക് മാത്രം കേട്ടാൽ മതി. ആ ദൈവവചന പ്രഘോഷണം മാത്രം ഒന്ന് പങ്കെടുത്താൽ മതി. ഹല്ലേലൂയ. ഒരു ഉണർവ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. മക്കളെ, ഒരു ഉണർവിന്റെ ആവശ്യമുണ്ട് ഈ കാലഘട്ടത്തിൽ. എല്ലാവർക്കും ഉണ്ട്. ഹല്ലേലൂയ. പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്നത് അപ്പുറത്താ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ പെൺപിള്ളേരുടെ കഥ പറയുന്ന എത്ര പേരൻസിനെ ഞാൻ കണ്ടെന്നറിയാവോ? നമുക്കത് പിടികിട്ടത് നമ്മുടെ വിഷയമല്ലല്ലോ അത്. അവങ്ങളെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് പെൺപിള്ളേർ. അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുക 2 കെട്ടിയവൻ്റെ പുറകെ പോകുന്ന 3ാമത് പോകുന്ന പെണ്ണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റും അങ്ങനെയൊക്കെ എങ്ങനെ പോകാൻ പറ്റും? അവൻ മഹാകള്ളനാന്ന് നമുക്ക് ഓൾറെഡി അറിയാം. 2 പെണ്ണിനെ കെട്ടിയിട്ട് ഗുണം പിടിക്കാത്ത 3ാമതൊരു പെണ്ണിനെ കെട്ടാൻ പറ്റുമ്പോൾ തന്നെ അറിയാം അവന് ചതിയം പുള്ളയാ. 2 കെട്ടിയവനൊന്ന് 3 കെട്ടണ്ടെന്നേ. 2 കെട്ടിയവനൊന്ന് 3 കെട്ടേണ്ട കാര്യമൊന്നുമില്ല. അവൻ്റെ കൂടെ പോകരുത്, അത് ചതിയാ. ഇത് ഈ ബുദ്ധികൾ പെമ്പിളാക്ക് മനസ്സിലാകുന്ന പിന്നെ ആക്കെ ഇത് മനസ്സിലാകുന്നത് ചുമ്മാ ഒരു ലോജിക്കല്ലേ. 2 പേരോട് വിശ്വസ്തരാകാൻ പറ്റാത്തവർക്ക് 3ാമത്തെ ആളുടെ വിശ്വാസം, നീ ചതിക്കപ്പെടും. നമ്മുടെ മക്കളുടെ കഥയെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതിനപ്പനെന്നാ അതിനമ്മയ്ക്ക് എന്നാന്നാ ചോദിക്കണേ. എന്നിട്ട് ദൈവം വന്ന് നിൽക്കുന്നുണ്ട് വീട്ടിൽ. ഹല്ലേലൂയ. വലുതിന് പറ്റി ഹല്ലേലൂയ. മക്കളെ വ്യത്യാസമുണ്ട് മക്കളെ. വിശ്വാസത്തിനും വിശ്വാസ പ്രത്യേകതയുണ്ട്. ഞാൻ ദൈവത്തിന് നന്ദി പറയുക. ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കാൻ പറ്റി ഞാൻ ദൈവത്തിന് നന്ദി പറയും. ഇന്നത്തെ വചനത്തിന് അതൊക്കെ പറയുന്നു. ഇന്നലത്തെ വചനത്തിലാണ് പറയണേ. ഒരു മതം മാറുന്ന വ്യക്തിയുടെ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നലത്തെ വചനത്തിൽ അതൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ മനുഷ്യനെ നാട് മുഴുവൻ ചുറ്റി നടന്ന ഒരുത്തൻ മതം മാറ്റിയിട്ട് പിന്നെ അവനെ കുഴിയിലോട്ട് തട്ടിയിടുന്ന പച്ചക്കാ ബൈബിളൊക്കെ കിടക്കുന്നത്. പച്ചയാ ബൈബിള്. വളച്ചുകെട്ടില്ലാത്ത പുസ്തകത്തിന്റെ വരാ ബൈബിള്. നേരവോ വേണമെങ്കിൽ വന്നാൽ മതി. കുരിശെടുത്തോണ്ട് വരാന്നോ വന്നാൽ മതി. പട്ടിണി കിടക്കാൻ ഒരുക്കമുള്ളവർ ക്രിസ്ത്യാനി ആയാൽ മതി. ദുഃഖവെള്ളി ആഘോഷമാക്കാൻ കഴിവുള്ള മതം ക്രിസ്ത്യാനി ആയാൽ മതി. ഉറപ്പാ ക്രിസ്തുവിന്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന നിനക്ക് ഞാൻ പുട്ടുകടലെ വാങ്ങിച്ചു തരാന്നല്ല പറഞ്ഞേക്കുന്നത്. നീ കുരിശു എടുത്തോണ്ട് വരാനാ പറഞ്ഞത്. നീ പട്ടിണിക്ക് വരാനാ പറഞ്ഞത്. ഹല്ലേലൂയ. ഉറപ്പാ മക്കളെ. ഹല്ലേലൂയ. ഒരു തീഷ്ണതയിൽ ഒരു അഭിഷേകം ഉണ്ടാകുന്നത്, ഒരു തീവ്രതയിൽ ജീവിതത്തിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാവുന്നത്. ഹല്ലേലൂയ. ഒന്നിനും അർത്ഥമൊന്നുമില്ല. എല്ലാം ഒരു തണുപ്പം മട്ട. കർത്താവും തണുപ്പ, ഭാര്യയും തണുപ്പ, ഭർത്താവും തണുപ്പ, മക്കളും തണുപ്പ, അപ്പനും അമ്മയും തണുപ്പ്, എല്ലാം തണുപ്പ്. ഹല്ലേലൂയ. ഒരു തീഷ്ണത, ഒരു തീവ്രത കർത്താവിന്റെ കാര്യത്തില്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭാഗ്യമല്ല, കർത്താവ് നമ്മുടെ ഭാഗ്യമാണ്. എല്ലാ മനസ്സിൽ തോന്നൊരു ചിന്തയാ. ഹല്ലേലൂയ. 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 കണ്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഭാര്യമാരെ കണ്ടു അവിടെ വെച്ച്. ഭർത്താവൊക്കെ മരിച്ച ദുഃഖത്തിൽ 1 മാസം മുമ്പ് മരിച്ച ഭർത്താവും 3 മാസം മുമ്പ് മരിച്ച ഭർത്താവും ഒക്കെയുള്ള കുടുംബങ്ങൾ ഇങ്ങനെ വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുക, വല്ലാതെ വേദനിച്ചൊക്കെ നിൽക്കുക. ഹല്ലേലൂയ. 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 സങ്കടമുണ്ട്. ഞാൻ പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു. ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞ് നിങ്ങൾ ചങ്കു പൊട്ടും. ഞാൻ 2 ദിവസം മനുഷ്യന്മാരെ കണ്ടു. ഡീറ്റെയിൽസ് ഞാൻ പറയണില്ല. ചങ്കു പൊട്ടും നിങ്ങളുടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളതുകൊണ്ട് ദൈവത്തിലേക്ക് വാടാ കുട്ടാ. ദൈവത്തിലേക്ക് വാ. ദൈവവചനത്തിലേക്ക് വാ പൊന്നുവാനെ. കൂനാശകളിലേക്ക് നീ വാ. നിന്റെ ജീവിതം സുരക്ഷിതമാ. ബാക്കി ഒരിടത്തും നിന്റെ ജീവിതം സുരക്ഷിതമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാവിലെ ഒരു മകൻ വന്ന ഗൾഫ് രാജ്യത്തു നിന്ന് മറ്റേ വന്നതാ. എന്നോട് പറയായിരുന്നു, അച്ഛാ ഞാൻ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ ശരീരം മുഴുവൻ രോഗമാണ്, എന്തൊക്കെയോ രോഗപീഠ ഇങ്ങനെ വന്നിരിക്കുക. പക്ഷേ ഈ മനുഷ്യൻ അവസാനം എന്നോട് വാക്യം പറഞ്ഞാ, രോഗമൊന്നും സുഖപ്പെടണ്ടോ, എൻ്റെ ശുശ്രൂഷ മുടങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു.
5 പൈസക്ക് ഗുണമില്ലേ ദൈവത്തെ കൊണ്ട്. നോക്കിയാൽ മതി, അവനാണ് പ്രേക്ഷിതൻ, അവനാണ് ക്രിസ്തു സ്നേഹിതൻ. 3-4 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. മക്കളൊക്കെ ഉണ്ട്. മക്കളൊക്കെ ഇയാൾക്ക് ആരോഗ്യം വേണ്ടേ, നല്ല ജോലിയും കൂടി ഇല്ല ഇപ്പം വന്നിട്ട്. ആ കോവിഡ് നമുക്കറിയാത്തൊരു കാര്യം പറയട്ടെ. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യം പരന്നുകൊണ്ടിരിക്കുക. നമ്മളിതുവരെ അറിഞ്ഞിട്ടില്ല സാമ്പത്തിക മാന്ദ്യം. ഗൾഫ് രാജ്യങ്ങളെ സമ്പത്ത് എടുത്തിട്ട് ഒത്തിരി ഉപയോഗിക്കുന്ന രാജ്യങ്ങളെല്ലാം പതുക്കെ ഒന്ന് ഇരുന്നിട്ടുണ്ട്. നമുക്കധികം സമ്പത്തൊന്നും ഇല്ലാത്ത നമ്മൾ അറിഞ്ഞിട്ടില്ല. മീൻ്റെ വില കൂടിയത് നിങ്ങൾ അറിഞ്ഞോ? അരിയുടെ വില കൂടിയത് നിങ്ങൾ അറിഞ്ഞോ? വെളിച്ചെണ്ണയുടെ വില കൂടിയത് നിങ്ങൾ അറിഞ്ഞോ? എന്നാ നിങ്ങൾ വിചാരിച്ചേക്കുന്നത്? കേരള ഗവൺമെൻറ്, ഇന്ത്യൻ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒന്നുമല്ല മക്കളെ, ലോകം മുഴുവൻ ഞെരുക്കിക്കൊണ്ടിരിക്കുക. ഒരു കടുത്ത ഡിപ്രഷനിലേക്ക് പോകാതിരിക്കണ കൈപൊക്കി പിടിച്ച് പ്രാർത്ഥിച്ചോണം നിങ്ങൾ. ഹല്ലേലൂയ. ഒരു മാന്ദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിദേശത്തുള്ള മക്കളെല്ലാം തിരിച്ച് ഇവിടെ എത്തും. ഉള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഈ നാട്ടിൽ, ഉള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ അമേരിക്കയിലൊക്കെ പോയി ചെന്നപ്പോൾ അമേരിക്കൻ സിറ്റിസൺസായി പിള്ളേർക്ക്. മലയാളികളുടെ കഥ ഞാൻ പറയണേ, ജോലി പോകുന്നത് തോന്നണേ. ഇന്ന് അവൻ ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥൻ, ഒരു കമ്പനിയുടെ ടോപ്പിൽ ഇരിക്കുന്നവൻ എന്നോട് പറയുക, എന്നോട് ഒരു യുവാവ് എന്നോട് പറയാം, അവന് 35 വയസ്സ് കാണും. മലയാളിയുടെ പ്രത്യേകത ഏതാ? കഠിനാധ്വാന. കേരളത്തിൽ ഒഴിച്ച് വേറെ എല്ലായിടത്തും മലയാളി കഠിനാധ്വാനം ചെയ്യും. വീട്ടിലൊഴിച്ച് വേറെ എവിടെ പോയാലും നമ്മൾ കഷ്ടപ്പെടുന്നത് പണിയത്തില്ലേ? കല്യാണ വീട്ടിൽ പോയാൽ ഏട്ടന്മാരോട് തലകുത്തി മറിയുന്ന കണ്ടിട്ടില്ലേ? വീട്ടിലൊരു ഗ്ലാസ് കഴുകി കൊടുക്കത്തില്ല. കല്യാണ വീട്ടിൽ എച്ചിലും കൂടെ വാരിക്കൊണ്ടുപോയി ഈ ചേട്ടൻ. സ്വന്തം വീട്ടിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഒരു മലയാളിയുടെ ഒരു പ്രത്യേകതയാണ്. അയലോകത്ത് എച്ചില് വാരും നമ്മൾ. അവിടെ എല്ലാം കഴുകി തുടങ്ങി നോക്കും. എൻ്റെ ഭർത്താവ് തന്നെ ഇത് ചെയ്യുന്നതെന്ന് ചില ചേട്ടത്തിമാർ പോയി നോക്കിയാൽ പറയും. വീട്ടിലൊരു ഗ്ലാസ് കഴുകി വെക്കത്തില്ല ഈ ചേട്ടൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മലയാളി കേരളം വിട്ടോ തമിഴ്നാട്ടിൽ പോയാലും മതി, അവൻ കഷ്ടപ്പെടും. അച്ഛൻ കണ്ടിട്ടുള്ളൊരു കാഴ്ച മക്കളെ, ലോകത്തിൻ്റെ എവിടെ മലയാളി എത്തിയിട്ടുണ്ടോ അവനെല്ലാം വിജയിച്ചിട്ടുണ്ട്. അവനെല്ലാം കാരണം എന്നറിയോ? മലയാളിയാണ്, അവൻ കഷ്ടപ്പെട്ടുള്ളൂ. അച്ഛന്മാർ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയണേ. അമേരിക്കയിലൊക്കെ ചെന്ന മലയാളി അച്ഛന്മാർക്ക് നല്ല ഡിമാൻഡാണ്. ഇത്രയും കഷ്ടപ്പെടാൻ പറ്റിയ അച്ഛന്മാർ ലോകത്തെങ്ങും ഇല്ല. തമാശാടി ഞാൻ പറഞ്ഞില്ല, മലയാളി അച്ഛന്മാരെ കൊത്തിക്കൊണ്ട് പോകും അവർ. കാരണം എത്ര ഉപസാരം കേട്ടാലും ഈ അച്ഛന് മടുപ്പില്ല, എത്ര കുർബാനയും ഇല്ലാലും ഈ അച്ഛന് മടുപ്പില്ല. എത്ര മണിക്കൂർ വേണേലും ഞാൻ ചുമ്മാ പറയുന്നില്ല, നിങ്ങൾ നോക്കിക്കോ. മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല ഈ അച്ഛന്മാർക്ക്. ഈ അച്ഛന്മാർക്ക് സായിപ്പിന് ഇംഗ്ലീഷിൽ അറിയാവോ? പക്ഷേ ഒരു മലയാളി അച്ഛനൊരു പള്ളിയിൽ ചെല്ലട്ടെ. അവിടെ ഞാൻ പോയെടുത്ത് അടുത്ത ഒരു പള്ളിയിൽ മലയാളി അച്ഛനാണ്. പ്രായമൊക്കെ അച്ഛന് ഭയങ്കര രോഗമാണ്. പറയുക അച്ഛൻ്റെ ഒരു സെബാസ്റ്റ്യൻ, ദാറ്റ് ഫാദർ സെബാസ്റ്റ്യൻ ചേഞ്ച്ഡ് അവർ പാരിഷ് ഇൻടു എ ഹെവൻ. ഇതിൽ കൂടുതൽ മലയാളി അച്ഛനെ പറ്റി ഒരു 10-70 വയസ്സുണ്ടെന്ന് ഞാൻ കണ്ടില്ല അച്ഛനെ. അച്ഛന് മുഴുവൻ രോഗം, ഡയബറ്റിക്, അത് ഇത് എല്ലാ രോഗമുണ്ട്. നമ്മുടെ നാട്ടുകാർ അവിടെ പോയാലും കിടന്ന് കളയ്ക്കുന്നേ. നമ്മുടെ നാട്ടുകാർ അവിടെ പോയാലും വാച്ചയിൽ നോക്കാൻ ജോലി ചെയ്യും. ഇവിടെ നമ്മൾ വാച്ചയിലും നോക്കും, നമുക്ക് ബുദ്ധിമുട്ടാണ്, വേർക്കാൻ ബുദ്ധിമുട്ടാണ്. വേർക്കുക എന്നുള്ള അല്ലേ, വേർക്കല്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നാണ് ചിലർ പറയുന്നത്. ഹല്ലേലൂയ. പലതും ഹല്ലേലൂയ. പിന്നെ പൊന്നോട്ട ക്രിസ്തു കഷ്ടപ്പെട്ടവനാണ്. ക്രിസ്തു കഷ്ടപ്പെട്ടവൻ. തലചായ്ക്കാൻ വീട്ടിൽ പോകാൻ നേരമില്ലാതെ കഷ്ടപ്പെട്ടവന്റെ വില ക്രിസ്തു. ഹല്ലേലൂയ. ഒരു തീയറിയാ മക്കൾ, ആത്മീയതയുടെ ഭാഗം. ആത്മീയമായിട്ടുള്ള എന്ത് കാര്യത്തിൽ നമ്മൾ കഷ്ടപ്പെടണം. ഹല്ലേലൂയ. എനിക്ക് 10 കൊല്ലം കൊണ്ട് അങ്ങനെയൊന്നും വേണ്ടെന്ന്. ജീവിക്കുന്നത്രയും കാലം ജീവിച്ചാൽ മതിയെന്നേ. ജീവിക്കുന്നത്രയും കാലം കഷ്ടപ്പെട്ട് ജീവിക്കണം. ഹല്ലേലൂയ. 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 നമുക്ക് വചനത്തിലേക്ക് വരാം. യെശയ്യായുടെ വചനം വായിക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു വിട്ടതാ. നമ്മൾ വിലാപങ്ങളും വായിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. 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 പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ. 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 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക. നമുക്ക് യെശയ്യായുടെ പുസ്തകം 65-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളാണ്. വളരെ പരിചിതമാണ്. വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ലാത്തൊരു വചനഭാഗമാണ്. ഇതാ ഞാൻ ബിഹോൾഡ്. കാഴ്ചകൾ കാണാൻ കഴിവുള്ളവനെ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ മക്കളെ. കാഴ്ചകൾ കാണണം, ദർശനങ്ങൾ കാണണം. കാഴ്ചകൾ കാണണം, ദർശനം. ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ? ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പരിശുദ്ധ മറിയത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിശുദ്ധ അന്തോനീസിനെ കണ്ടിട്ടുണ്ടോ?
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ഗൾഫിൽ നിന്ന് വന്ന കുടുംബം മോനെ കാണിച്ചിട്ട് പറയാം, മക്കളില്ലായിരുന്നു. ഒരു കുട്ടിയുണ്ട്, കുട്ടി മരിച്ചുപോയി. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച പുണ്യാളിൻ്റെ അടുക്ക വന്ന് പ്രാർത്ഥിച്ച് കിട്ടി. ആ കൊച്ചിൻ്റെ പേര് അന്തോണി. അന്തോണി എന്നിട്ടിരിക്കുക പേര്. ഇതാ ബിഹോൾഡ്, ബിഹോൾഡ്. അവങ്ങളെ ഒരു ദൈവവചനം വായിക്കുമ്പോൾ, നിങ്ങൾ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊരു ദർശനം ഉണ്ടാവണം മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ പറയും പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല, ഇൻഡിഫറൻസ് തോന്നും, മടുപ്പ് തോന്നും, ഭാരം തോന്നും. ഇതിന് ഭാഗമാണ്. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണം ഇതാ. നിനക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്ന വായിക്കോട്ട വരും, പ്രാർത്ഥിക്കാൻ പറ്റുന്ന ക്ഷീണം വരും. ഹല്ലേലൂയ, ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നണില്ല. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ പറ്റി പറഞ്ഞു, 99 പോയിന്റ് മാർക്ക് കിട്ടിയതാണ്. എന്താ പഠിക്കാൻ പോയെന്ന് എനിക്കറിയത്തില്ല. 99.9% മാർക്ക് കിട്ടിയ കുട്ടിയാണ്. പറഞ്ഞെന്ന് ഞാനില്ല, അച്ഛനെ വേറെ ഒരു അച്ഛനോട് പറഞ്ഞതാ. ഇവൻ പറയുകയാണ്, അച്ഛൻ പഠിക്കാൻ തോന്നുന്നില്ല. തീർന്നില്ലേ മക്കളെ, തീർന്നില്ലേ? നമുക്കറിയാമോ നമ്മുടെ ഉള്ളിൽ ഒരു കൃപയുടെ ഒരു സ്വിച്ച് ഉണ്ടെന്ന് നമുക്കറിയാമോ? ഉണ്ട് മക്കളെ. അത് അങ്ങ് ഓഫായിപ്പോൾ അച്ഛനൊക്കെ തീർന്നു, പിന്നെ മിണ്ടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവള് നമ്മുടെയൊക്കെ ഉള്ളിൽ ആത്മഹത്യ ചെയ്യുന്നവൻ്റെ ആ സ്വിച്ച് ഓഫ് ആയിപ്പോൾ അവൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നമ്മളാരുടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗസ്ഥ, ഉയർന്ന ഉദ്യോഗസ്ഥ, അവരെന്നെ പറയാം, അച്ഛാ അറിയത്തില്ല അച്ഛാ, ഏതാണ്ടൊരു ഭയം മനസ്സിലേക്ക് കയറി വരിക, ഒരു ഡിപ്രഷൻ്റെ പ്രാന്തിൻ്റെ ഒക്കെ അടയാളം വരിക. സ്വിച്ച് ഓഫ് ആകാൻ അധികം സമയമൊന്നും വേണ്ട മക്കളെ. കേട്ടില്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞത്? ആ സ്വിച്ച് ഓഫ് ആകാൻ അധികം നേരമൊന്നും വേണ്ട. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു തന്നു, എളിമപ്പെട്ട്. വലിയതൊന്നും വേണ്ടത്, എളിമപ്പെട്ട് ദൈവത്തെ കൈപൊക്കടാന്ന് പറഞ്ഞാൽ കൈപൊക്കണം, കൈയടിക്കണമെന്ന് പറഞ്ഞാൽ കൈയടിച്ചോളാം, ആരാധിക്കുന്ന ആരാധിച്ചോളാം. കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കണം മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവരൊക്കെ എല്ലാം മറന്ന്. കഴിഞ്ഞ ദിവസം അവർ പറയുമായിരുന്നു, അവിടെ ഒരു സിസ്റ്റർ 81 വയസ്സുണ്ട്, ഈ കർമ്മലിത്ത സിസ്റ്ററിന്. മെറ്റല് വാരിയിട്ട് അതിന് മോളിൽ മുട്ട കുത്തുന്ന കൺവെൻഷനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ അമ്മയ്ക്ക് എന്നാത്തിൻ്റെ കേടാണോ? മെറ്റലിൻ്റെ മോളിൽ മുട്ട കുത്തുന്ന ഈ അമ്മ 81 വയസ്സാ പ്രായം. അവർ പെറ്റതല്ല, അവർക്ക് മക്കളൊന്നുമില്ല, അവർക്ക് ഭർത്താവില്ല, അവർക്ക് കുടുംബമില്ല. അവർ പ്രാർത്ഥിച്ച് ആർക്ക് വേണ്ടിയായിരിക്കും? നീ പ്രസവിച്ചതാ, നിനക്ക് 2 കൊച്ചുങ്ങളുള്ളതാ, നിനക്കൊരു ഭാര്യ ഉള്ളതാ, നിനക്ക് കുടുംബം മുഴുവൻ. നീ എന്തായാലും മുട്ടുകുത്തിയിട്ടുണ്ടോ? മെറ്റലിന്റെ മുകളിൽ മുട്ടുകുത്തിയിട്ടുണ്ടോ? ഈ കന്യാസ്ത്രീക്ക് എന്തിന്റെ കേടാ മക്കളെ? ഇതിന്റെ പേരാ അഭിഷേകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മക്കളെ, ദൈവത്തോട് തോന്നുന്നൊരു സ്നേഹമാണ് മക്കളെ. ഇത് ദൈവത്തോട് തോന്നുന്ന ഒരു സ്നേഹമാണ് മക്കളെ. എന്തുമാത്രം നീ നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് നീ എഴുതണം. നിന്റെ ആത്മീയ ജീവിതത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് നീ എഴുതണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലബോറട്ടറിയിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് പ്രാക്ടിക്കലില്ലേ? പ്രാക്ടിക്കൽ കഴിഞ്ഞ് റിസൾട്ട് കാണിക്കണം. ആ കെമിക്കലെല്ലാം തന്നു റിസൾട്ട് കാണിക്കും. ദൈവം നിന്റെ ആത്മീയ ജീവിതത്തിൽ റിസൾട്ട് നീയാ ഉണ്ടാക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ അനുഭവം നിന്റെ ആത്മീയ അനുഭവം. നീ എന്ത് കണ്ടു, നീ എന്ത് അനുഭവം, ആരും ബോധിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഉള്ളിലെ പേപ്പറാ കർത്താവ് നോക്കും. നമ്മുടെ പരീക്ഷ പേപ്പർ ശങ്ക, നമ്മുടെ ആത്മാവാണ് നമ്മുടെ പരീക്ഷ പേപ്പർ. ദൈവം മാർക്ക് ഇടുന്നത് നമ്മുടെ ആത്മാവില്ല. നമുക്ക് അതും ഇതൊക്കെ പറയാം, എനിക്ക് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കാം, എനിക്ക് നിങ്ങളെ ചതിക്കാൻ പറ്റും. പക്ഷേ എന്റെ പരീക്ഷ പേപ്പർ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഈ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഈ പരീക്ഷ പേപ്പർ കർത്താവ് പരിശോധിക്കാൻ പോകുന്നത്. ആത്മാർത്ഥത കാണിച്ചോളൂ. കർത്താവേ, പൊട്ടനാ, പോഴനാ, കൊള്ളില്ലാത്തവനാ, പാപിയാ, മതി. നിന്റെ മാർക്ക് കൂടും മരം. എളിമപ്പെട്ടോണം, ആളാകാൻ നോക്കരുത്. ദൈവസേന ആളാകാൻ നോക്കരുത്, ചെറുതായിക്കോണം. ചെറിയവനാ മാർക്ക് കൂടുതൽ. ഹല്ലേലൂയ, പ്രാക്ടിക്കലാ വിഷയമെല്ലാം, പ്രാക്ടിക്കലാ മക്കൾ. തിയറിയൊന്നുമില്ല. ബൈബിളിലെ വാക്യം എഴുതാൻ പറയത്തില്ല. സ്വഗതി ചെല്ലുമ്പം കർത്താവ് ചോദിക്കത്തില്ല ബൈബിളിൽ എത്ര വാക്യം എഴുതാം, ചോദിക്കത്തില്ല. പക്ഷെ പറയും എത്ര വാക്യം നിന്നെ തീ പിടിപ്പിച്ചെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. ഏത് വചനം നിന്നെ തീ പിടിപ്പിച്ചെന്നൊക്കെ ചോദിക്കും. ഏത് വചനം വായിച്ചപ്പോൾ നീ എന്നെ കണ്ടെന്നൊക്കെ ചിലപ്പോൾ ദൈവം ചോദിച്ചെന്ന് വരും. വലുതേരി വൃത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇതാ ഞാൻ ഒരു പുതിയ ആകാശം, എൻ്റെ ആത്മീയതയാ മക്കളെ. ഇത്
ഒരു പാകത വന്ന വ്യാഴാഴ്ച ഷെക്കിന ചാനലിൽ വെള്ളിയാഴ്ച വ്യാഴാഴ്ച നമ്മുടെ ശുശ്രൂഷയുണ്ട്. വ്യാഴാഴ്ച 9 മുതൽ 10 വരെ ഇഷ്ടമുള്ളവർ കുടിക്കും. ഇതാകുമ്പോൾ ആത്മീയ പാകത, അവളെ പക്വതയിലേക്കാണ്. നീ ഹല്ലേലൂയ എന്ന് വിളിക്കാമോ? ആ ഹല്ലേലൂയയുടെ അങ്ങേയറ്റത്തിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ നീ കാണണോ കൂട്ടാ. വാനമേഘങ്ങളിൽ കർത്താവ് എഴുന്നള്ളി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണടയ്ക്കുമ്പോൾ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്ന കർത്താവിനെ നീ കാണണം. ജീവിതം ലൈഫ് വിൽ ബി ഡിഫറെന്റ്. മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിപ്പിക്കുന്നതിന് മതത്തിന്റെ പേരല്ല ക്രിസ്ത്യാനിറ്റി. മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിപ്പിക്കുന്നതിന് മതത്തിന്റെ പേരല്ല ക്രിസ്ത്യാനിറ്റി. ദൈവത്തെ നീ കാണണമെന്ന് നിർബന്ധിക്കുന്ന ഒരു മതത്തിന്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി. ഒരു മൊറാലിറ്റി റിലീജിയൻ അല്ലെന്ന് ക്രിസ്ത്യാനിറ്റി. ഇറ്റ് ഈസ് എ സ്പിരിച്വൽ റിലീജിയൻ. ഒരു ആത്മീയ അനുഭൂതിയുള്ളവരായി, ഒരു ആത്മീയ അനുഭവമുള്ളവരായി നീ ജീവിക്കണമെന്ന് നിർബന്ധിക്കുന്ന മതത്തിന്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി. അപ്പം മുറിച്ചപ്പോൾ അവനെ തിരിച്ചറിഞ്ഞു. അല്ല, നോക്കി, അപ്പം മുറിച്ചപ്പോൾ അവനെ തിരിച്ചറിഞ്ഞു. അവൻ വചനം പറഞ്ഞപ്പോൾ അവന്റെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. പുതിയ ആകാശം പുതിയ ഭൂമിയും. എൻ്റെ കുട്ടാ, നിന്റെ പ്രാർത്ഥന മാറുമ്പോൾ നിന്റെ ജീവിതം മാറും. നിന്റെ പ്രാർത്ഥന മാറുമ്പോൾ നിന്റെ ജീവിതം മാറും. ഉറപ്പാണ്. അച്ഛൻ വെല്ലുവിളിച്ച പറയാട്ടോ, യോഗ്യതയൊന്നും ഇല്ലെന്നൊക്കെ പറയാനായിട്ട് വിളിച്ചു പോകാനൊക്കെ ഒന്നും. പക്ഷേ ഞാനൊരു കാര്യം പറയാം. നിന്റെ ഈ മോള് മാറുമ്പോഴേ, നമ്മൾ പണ്ട് പറയുന്നത് താഴെ മാറുമ്പം മോള് മാറുമെന്നാണ് പറയുന്നത്. അത് ലോകത്തിൻ്റെ നിയമം. സ്വർഗത്തിൻ്റെ നിയമം എങ്ങനെ അറിയാം? മോള് മാറുമ്പം താഴെ മാറും. കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. അത് നാട്ടുകാരുടെ ചൊല്ലാം, ഭൂമിയിലെ ചൊല്ല, അത് പിശാചുക്കളുടെ ചൊല്ലാം. സ്വർഗത്തിൻ്റെ ചൊല്ലല്ലാന്നറിയോ? മോള് മാറിയ താഴെ മാറും, മുകള് മാറിയ. നിന്റെ ആത്മീയ ആരുമായിക്കൊള്ളി വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്, നിന്റെ ആത്മീയ അനുഭവങ്ങള്, ആത്മീയ ബോധ്യങ്ങള്, നിന്റെ ആത്മീയ ജീവിതം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇഷ്ടമുണ്ടെങ്കിൽ വലത് കൈ ഉയർത്തിയിട്ട് ഹല്ലേലൂയ ബാ. ഹല്ലേലൂയ. പുതിയ ആകാശം പുതിയ ഭൂമി, ഐ എം ക്രിയേറ്റിംഗ് ഇറ്റ്. ദൈവത്തിൻ്റെ പ്രവർത്തന മക്കളെ, ദൈവത്തിൻ്റെ പ്രവർത്തന. ഈ ആൾക്കാരിലൊക്കെ ഒന്ന് വന്നിക്കാൻ പറ്റുന്നത് എന്തൊരു ഭാഗ്യമെന്ന് എനിക്കറിയാം. കർത്താവിൻ്റെ കരുണ മാത്രമാണെന്നൊക്കെ അച്ഛൻ അറിയാമെന്നേ, അല്ലാതെ വേറെ ഒന്നുമല്ല. അവൻ ഹി ഈസ് ഡൂയിങ് ഇറ്റ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നോ? ഹി ഈസ് ഡൂയിങ് ഇറ്റ് റൈറ്റ് നൗ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നതിന് മാത്രം കരങ്ങളിൽ ഒത്തിരി ഹല്ലേലൂയ പറഞ്ഞോ. ഞങ്ങൾക്ക് ഈശോ പറഞ്ഞാൽ നീ കേട്ടുകൊണ്ടിരിക്കെ ഇത് പൂർത്തിയായിരിക്കുന്നു. ഇൻ യുവർ ഹിയറിംഗ് ഇറ്റ് ഈസ് ഫുൾഫിൽഡ്. ഹല്ലേലൂയ. നമ്മളെ വചനം പറയുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നതാണ്. വചനം പറയുമ്പോഴത്തേക്ക് കൃപയൊഴുകുന്നപ്പോഴാണ്. വചനം പറയുമ്പോൾ സമാധാനം കിട്ടുന്ന അങ്ങനെയാ. വചനം പറയുമ്പോൾ സമാധാനം കിട്ടുന്നു, ഒരു ബലം കിട്ടുന്ന അപ്പോഴാ. ഹല്ലേലൂയ. ഒരു പുതിയ ആകാശം പുതിയ ഭൂമി സൃഷ്ടിക്കുന്നു. ഹി ഈസ് ക്രിയേറ്റിംഗ്. ചിന്തിക്കണം മക്കളെ, നീ ഒരു കുരിശ് വരച്ചിട്ട് കിടക്കാൻ പോകുമ്പോൾ ആ ഉറക്കത്തിൽ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ. ഇന്നലെ പറ്റി ചിന്തിക്കണ്ട മക്കളെ, അത് ടെൻഷൻ പ്രാന്തു പിടിപ്പിക്കും. നിന്റെ ഇന്നലകളിലെ പരാജയങ്ങൾ, ഇന്നലകളിലെ വീഴ്ചകൾ, ഇന്നലകളിലെ ബുദ്ധിമുട്ടുകൾ, ഇന്നലകളിലെ ഒറ്റുകൊടുക്കലുകൾ, ഇന്നലകളിലെ പാപങ്ങൾ, ഇന്നലകളിലെ ചതികൾ. ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റുമോ അതൊക്കെ കൊണ്ട്? കർത്താവ് ദൈവവചന സൈക്കോളജി ക്ലാസ് അല്ല ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിലും വലിയ സൈക്കോളജി ഏത് ഫ്രോയിഡാണ് മക്കളെ പഠിപ്പിച്ചിട്ടുള്ളത്? ഏത് ഫ്രോയിഡാണ് പഠിപ്പിച്ചിട്ടുള്ളത്? പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ, ഇനി കേൾക്കണോ, അവ മനസ്സിൽ വരികയോ ഇല്ല. നോക്കിക്കേ, ന്യൂ തിങ്, സംതിങ് ന്യൂ ഈസ് ഹാപ്പനിങ് ടുഡേ. ഇന്നലകളെ ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട മക്കളെ. കഴിഞ്ഞു പോയതിനെ ഓർത്ത് ഭ്രാന്ത് പിടിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. കഴിഞ്ഞു പോയതിനെ ഓർത്തല്ല, ഇപ്പം പ്രവർത്തിക്കുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റണം. ഹല്ലേലൂയ. 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 ലിവ് ഇൻ ദ പ്രസന്റ്. ഇപ്പം നിനക്കെന്താ? നിന്നെ ആരും തൂക്കിക്കൊന്നിട്ടില്ലല്ലോ. ഇപ്പം തന്നെ നാളെ ക്യാൻസർ വരുമെന്ന് ചിന്തിക്കണ്ട. നാളേക്ക് നാളെയുടെ ഭാരങ്ങൾ മതി. ഈശോ ഇതിലും വലിയ സൈക്കോളജിയൊക്കെ എവിടെയാണ് മക്കളെ ഉള്ളത്? ഹല്ലേലൂയ. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ ആനന്ദിക്കണം. അത് ഈ ആരാധനയിലൊക്കെ സംഭവിക്കുന്നത് ഇന്നലെയും ഇന്നും എന്നും ഈസ് ഇറ്റേണൽ മക്കളെ.
നീ ഇപ്പൊ ഹൃദയത്തിൽ ഒരു അഭിഷേകം അനുഭവിക്കുന്നുണ്ട്. ആ അഭിഷേകം നിന്റെ കുടുംബത്തിൽ നീ ഇപ്പൊ കാണുക. കല്യാണം നടക്കുന്നത്, നിന്റെ കൊച്ചിന്റെ കല്യാണം നടക്കുന്നത് നീ ഇപ്പൊ കാണുക. കല്യാണം കഴിഞ്ഞ് 12 വർഷം കൊണ്ട് മക്കളില്ലാത്ത നിന്റെ മകൾക്കൊരു കുഞ്ഞി ജനിക്കുന്നത്. അതാ നേരത്തെ അച്ഛൻ പറഞ്ഞു വെച്ചത്. കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക, കൂരപ്പരയാട് നിൽക്കുക, കഷ്ടപ്പാട് പാടുക. നീ കാണട കുട്ട. നിന്റെ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ വലിയ ആഹ്ലാദാരവത്തിൻ്റെതായിട്ടൊക്കെ മാറണം. നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങളെ ഓർത്ത് കർത്താവിനെ ആരാധിക്കണം. ഹല്ലേലൂയ. ജീവിതം മാറും മക്കളെ. ഞാൻ കഴിഞ്ഞ അന്ന് അവിടെ കൺവെൻഷന് പോയപ്പോൾ ഞാൻ ആ കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, ഇന്നും വന്നിട്ട് 4-5 പേര് ആ ടൈപ്പ്. അവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാനിത് പറയാൻ പോകുന്നത്. ഒരു പ്രേമബന്ധത്തിൽ, ഒരു തെറ്റായ ബന്ധത്തിൽ ചെന്ന് പെട്ട് കിടക്കുക. കുടുംബം മുഴുവൻ ഇങ്ങനെ ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് ചെയ്താൽ ഈ ചെറുക്കൻ മാറത്തില്ല. അമ്മ പറഞ്ഞു, നീ അവളെ കിടന്ന് വിചാരിക്കണ്ട മോനെ, ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. അവൻ തിരിച്ചു പറഞ്ഞു, അമ്മ എന്നെ വരട്ടാൻ നോക്കണ്ട, അമ്മ എന്നെ ഭീഷണിപ്പെടുത്തണ്ട, അമ്മ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണ്ട. അമ്മ തോറ്റു. നൊന്ത് പറ്റിയ അമ്മ, മുലപ്പാൽ കൊടുത്ത അമ്മ. ആ ഒറ്റ ചെറുക്കനാണെങ്കിൽ നീ ഇവിടെ അമ്മമാരിപ്പില്ല, ഒറ്റ ചെറുക്കനുള്ള അമ്മമാരിപ്പുണ്ട്. ഞാനീ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. കെട്ടിയവനേക്കാളും അവനെയാണ് സ്നേഹിച്ചത്. കെട്ടിയവനേക്കാളും ഈ ചെറുക്കനെയാണ് സ്നേഹിച്ചത്. അവനൊന്ന് ഒരു സംസ്ഥാനം മാറി കഴിയുമ്പോൾ സ്വഭാവം മാറി. ഹല്ലേലൂയ. പക്ഷെ അന്ന് ഞാൻ കൺവെൻഷന് പോകുന്നത് കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ എൻ്റെ ഫോണിൽ മെസ്സേജ് ഇട്ടിരിക്കുക. അച്ഛാ അത്ഭുതം നടന്നു വെച്ചാ. ഇന്നലെ അവൻ അമ്മയാ ഇട്ടേക്കുന്നത്. അച്ഛാ അത്ഭുതം നടന്നു വെച്ചാ. ഇന്നലെ അവൻ എന്നെ വിളിച്ചിട്ട് പോയി, അമ്മ വിഷമിക്കൊന്നും വേണ്ട അമ്മ, അമ്മയ്ക്ക് അമ്മയുടെ മോനെ അറിയത്തില്ലേ അമ്മ, അമ്മയുടെ മോൻ അങ്ങനൊന്നും പോകത്തില്ല. ഞാൻ ആ കാര്യം അങ്ങോട്ട് അവസാനിപ്പിച്ചു. ഉള്ളൂ. ഇതാ നന്നായിട്ട് അമ്മവനെ മക്കളെ സ്നേഹിച്ചോണം കേട്ടോ. അവനെ കൈയും കാലും മുറുക്കി അങ്ങോട്ട് സ്നേഹം കൊണ്ട് കെട്ടിയിട്ടേക്കണം. ഹോസിയ പറഞ്ഞല്ലേ, ദൈവം എന്നെ കൈയും കാലും സ്നേഹം കൊണ്ട് കെട്ടിയിട്ടിരിക്കുക. നമ്മളെ സത്യമായിട്ട് ഞാൻ ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് ദൈവത്തിൽ നിന്ന് ഓടിപ്പോകാൻ പറ്റത്തില്ല മക്കളെ. ദൈവം എൻ്റെ കൈയും കാലും സ്നേഹത്തിൻ്റെ ചങ്ങല കൊണ്ട് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുക. സ്നേഹത്തിന്റെ ആമം എൻ്റെ കാല് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത്രയ്ക്ക് കർത്താവ് എന്നോട് കരുണ കാണിച്ചിട്ടുണ്ട് മക്കളെ. വെറുതെ എന്നോട് കർത്താവ് അത്രയ്ക്ക് കരുണ കാണിച്ചിട്ടുണ്ട്. എന്നെ അത്രമേൽ കർത്താവ് സ്നേഹിച്ചിട്ടുണ്ട്. എന്നെ അത്രമേൽ കർത്താവ് കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. വലുതിനെ വെറുതെ ഹല്ലേലൂയ, വലുതിനെ വെറുതെ ഹല്ലേലൂയ, വലുതിനെ വെറുതെ ഹല്ലേലൂയ. നമ്മൾക്ക് ഓർക്കണം, കണ്ണീരോടെ ഓർക്കണം ഈ കാര്യം. ഹല്ലേലൂയ. ആ കുടുംബത്തിൽ തിരിച്ചു കിട്ടിയ സന്തോഷം എന്നാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് കിട്ടി, അവർ ചോദിച്ചാൽ പറ്റണില്ല. വെളുപ്പാൻ കാലത്താണ് ഇട്ടിരിക്കുക. ഞാൻ ചൊവ്വാഴ്ച ഇവിടുന്ന് പോയി, എനിക്കൊന്ന് വെളുപ്പിനെ ഇട്ടിരിക്കുക. വെളുപ്പിന് ബസ് ഇട്ടിരിക്കുക. അവർക്ക് അടക്കി പിടിക്കാൻ പറ്റണില്ല ഈ സന്തോഷം. അടക്കി പിടിക്കാൻ പറ്റാത്തൊരു സന്തോഷം, അടക്കി പിടിക്കാൻ പറ്റാത്തൊരു ഗുഡ് ന്യൂസ് നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവം ഇപ്പോൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. He is creating a new joy. He is creating a new blessing. He is creating a new heaven for you. Hallelujah. നിങ്ങളെ ഇന്ന് എനിക്ക് വാസ്തവം വചനം പറയാൻ ഇഷ്ടമില്ലായിരുന്നു. കർത്താവ് അതിനകത്ത് പറയാനൊന്നും ഇല്ല കർത്താവ് എന്ന് ഞാൻ പറഞ്ഞു. പോടാ, പറയണോ വേണ്ടോന്ന് ഞാനാ തീരുമാനം. പോയി മര്യാദയ്ക്ക് പറയാം. എനിക്കിത് പറയാൻ വലിയ ഇഷ്ടമില്ല. കാരണം നിങ്ങൾക്ക് ഇത് പലതവണ വായിച്ചിട്ടുള്ള വചനഭാഗമാണ്. നോക്കിയ കർത്താവ് ഇപ്പം കൂടുതൽ വെളിപാട് തരുന്നുണ്ടോ? വായിച്ചു തുടങ്ങിയപ്പോൾ വെളിപാടുകൾ കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. വലുതിനെ പറ്റി ഹല്ലേലൂയ. പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കേണ്ട പൊന്നുകളെ, ലിവ് ടുഡേ, ലിവ് ദിസ് ഡേ പൊന്നുകുട്ട. നിനക്കിന്ന് കർത്താവ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് കർത്താവ് ചെയ്യിക്കാൻ പോകുന്ന വലിയ കാര്യങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് നീ ജീവിക്കുക. തിരുവചനം തുടങ്ങുക. ഞാൻ സമയല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവ മനസ്സിൽ വരികയില്ല. ഒരു വാക്യം കൊണ്ട് വായിച്ചുകൊണ്ട്, ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കും. എന്ത് കർത്താവ് തന്നാലും ഓക്കെ ആന്നേ കൈയടിച്ച് നമ്മൾ സ്വീകരിക്കും. അതെല്ലാം കർത്താവ് തന്നതാ. ഇത് കർത്താവ് തന്ന 2 കൈയും കൊട്ടി നമ്മൾ സ്വീകരിക്കും. കർത്താവ് തന്നത് 2 കൈയും നീട്ടി നമ്മൾ വാങ്ങിക്കും. എന്തുമാത്രം സന്തോഷം. താങ്ക് യു, താങ്ക് യു. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവൻ. Rejoice, I say to you again, rejoice.
ഫിലിപ്പിയെ വെച്ച് അടി കിട്ടിയെന്നൊക്കെ ഇന്നത്തെ വായന വായിക്കുന്നുണ്ട്. ഫിലിപ്പി ലേഖനത്തിൽ ഈ വാക്യം എഴുതിയിരിക്കുന്നത്, റിജോയ്സ്, ഐ സേ ടു യു അഗൈൻ റിജോയ്സ്. സന്തോഷിക്കുവിൻ, കർത്താവിൽ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ. അടുത്ത ഘട്ടം, ജെറൂസലേമിനെ ഒരു ആനന്ദമായും. നമ്മൾ തകർന്ന് തരിപ്പണമായിക്കിട്ട് യെശയ്യായിൽ ജെറൂസലേം തകർക്കപ്പെട്ടിരിക്കുക. മോനെ മോളെ, നിന്റെ പേരിട്ടിട്ട് വായിച്ചു, സെബാസ്റ്റിനെ ഒരു സന്തോഷമായും, ജോയിയെ ഒരു സന്തോഷമായും, മേരിയെ ഒരു സന്തോഷമായും, എലിസബത്തിനെ ഒരു സന്തോഷമായും, ആന്റണിയെ ഒരു സന്തോഷമായും, ചാൾസിനെ ഒരു സന്തോഷമായും കർത്താവ് മാറ്റാൻ പോവുക. ജെറൂസലേമിന്റെ ഒരു ആനന്ദമായി. നീ ചുമ്മാ ചിരിച്ചുകൊണ്ട് നടക്കാൻ പോവുക. ഇത്രയും നാൾ ദുഃഖിക്കുകയും നിരാശപ്പെടുകയും ചെയ്യുന്ന നീ എന്ത് കേട്ടാലും ഒരു പുഞ്ചിരിയോടെ, ഇത് കർത്താവിന്റെ പ്രവൃത്തിയാന്ന്, ആനന്ദമായും അവളുടെ ജനത്തെ ഒരു ആഹ്ലാദം. നിന്റെ വീട്ടിൽ പറഞ്ഞല്ലേ, ചെറുപ്പം പറഞ്ഞല്ലോ ഒരു കഥ, ആ വീട് മുഴുവൻ ഇങ്ങനെ സന്തോഷിക്കുക. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീട് മരണ വീടായിപ്പോയച്ചോ, ഞങ്ങളുടെ വീട് മരണ വീടായിപ്പോയി. 24-25 വയസ്സുള്ള ചെറുക്കൻ കിടക്കുന്ന അപ്പൻ്റെ അമ്മയുടെ നടുക്ക്. അത്രയ്ക്ക് തിരുക്കുടുംബമായിട്ട് ജീവിച്ചൊരു കുടുംബം നിങ്ങൾ ഓർത്തോണേ. അത്രയ്ക്ക് തിരുക്കുടുംബമായിട്ട് ഈ ചെറുക്കൻ കിടക്കുന്ന ഈ അപ്പൻ്റെ അമ്മയുടെ നടുക്ക. അത്രയ്ക്ക് ഈ അപ്പനും അമ്മയും കൊച്ചിനെ സ്നേഹിച്ചതാ. അവൻ വീട് വിട്ടിറങ്ങുമ്പോൾ ആ വീടിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയ മക്കളെ. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ അമ്മക്കണ്ണീരിനെ ഒരു അഭിഷേക കണ്ണീരാക്കി മാറ്റുക. ദൈവം ഒരു പുതിയ കാര്യം അവർക്ക് വേണ്ടി സൃഷ്ടിച്ചു. ദൈവമക്കളും എഴുന്നേറ്റ് ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി, ഇതാ ഒരു പുതിയ കാര്യം കർത്താവ് നിനക്ക് വേണ്ടി സൃഷ്ടിക്കുക. ഒരു പുതിയ ആകാശം നിനക്ക് വേണ്ടി സൃഷ്ടിക്കുക. ഒരു പുതിയ ഭൂമിയെ നിനക്ക് വേണ്ടി സൃഷ്ടിക്കുക. ഇരുകരങ്ങളും ഉയർത്തി സ്വരമേർത്ത് വിളിച്ച് ഈശോയേ, ഒച്ചത്തിൽ വിളിക്കുക ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും പരിശുദ്ധാത്മാവേ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ, സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഉപേക്ഷിച്ചാലുപേക്ഷിക്ക